ISRO കേസിന് എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ISRO കേസും ഇതിൻ്റെ ഭാഗമായിട്ട് എന്നോട് അപ്പം ഞാൻ എഴുതി കൊടുത്തു ISRO കേസ് അന്വേഷിക്കണമെങ്കിൽ 2-3 കാര്യങ്ങൾ നടന്നാൽ മാത്രമേ അന്വേഷിക്കുള്ളൂ. എൻ്റെ ഒപ്പീനിയൻ ലീഗലായിട്ട് ഈ കേസ് തിരിച്ചെടുത്ത് നിൽക്കില്ല, കാരണം വിത്തൗട്ട് സെൻട്രൽ കൺസെൻറ്റ്, അതുകൊണ്ട് സെൻട്രൽ കൺസെൻറ്റ് വാങ്ങിക്കണം. അന്ന് AG എനിക്ക് തോന്നുന്നു ഗുപ്ത, ഇന്ദ്രജിത്ത് ഗുപ്തയായിരുന്നു തോന്നുന്നു, CPIയുടെ ആളായിരുന്നു ഹോം മിനിസ്റ്റർ. ഞങ്ങൾ കണ്ടായിരുന്നു ഇത് പറയാനായിട്ട്, ഞാൻ AG കൂടി ഇത് സാങ്ഷൻ തരണം എന്നുള്ളത് പറയാനായിട്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ എഴുതി കൊടുത്തത്, ഐ വിൽ ഓൺലി സ്റ്റാർട്ട് ഇൻവെസ്റ്റിഗേഷൻ വെൻ എ കോർട്ട് അലൗസ് ഇൻവെസ്റ്റിഗേഷൻ, അല്ലാതെ ഞാൻ തുടങ്ങിയില്ല. അങ്ങനെ ഇരിക്കെ കേരള ഹൈക്കോടതിയിലുണ്ടായ ഒരു വിധി ഡിവിഷൻ ബെഞ്ച് വിധിച്ചു, കേരള ഗവൺമെൻറ്റിൻ്റെ ആക്ഷൻ കറക്റ്റാണ്, ദേ ക്യാൻ ടേക്ക് ബാക്ക് ദ കേസ് ഇൻവെസ്റ്റിഗേഷൻ. അപ്പം ഞാൻ ഇൻവെസ്റ്റിഗേഷൻ പിറ്റേ ദിവസം അത് മാറാനായിട്ട്, പിറ്റേ ദിവസം തന്നെ അപ്പോഴേക്കും എൻ്റെ അടുത്ത് എല്ലാവരും വിളിച്ചു പറഞ്ഞത് ഉടനെ കേസ് ആരംഭിക്കണം, അത് ചെയ്യണം. ഞാൻ എറണാകുളം CJM കോടതിയിലുണ്ടായിരുന്ന ഡീറ്റെയിൽസ് എല്ലാം തിരുവനന്തപുരം CJM കോടതിയിലേക്ക് മാറ്റാനായിട്ട് ലെറ്റർ കൊടുത്തു. പിറ്റേ ദിവസം അവർ സുപ്രീം കോടതിയിൽ പോയിട്ട് കേസ് സ്റ്റേ ആയി. പക്ഷേ ഈ അതിനിടയ്ക്ക് ഞാൻ ഈ 96 അതിനെ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ഈ സമയത്ത് നമ്മൾ ഇതേപ്പറ്റി കുറേ വെരിഫിക്കേഷനും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അൺഒഫീഷ്യലായിട്ട് കളക്ട് ചെയ്ത് വെച്ചിരുന്നു. അതുകൊണ്ടാണ് സ്റ്റിൽ ഐ സേ ദാറ്റ് എന്താണ് നമ്മുടെ നമ്പി നാരായണൻ ഈസ് നോട്ട് എ എന്താ പറയുന്നത് സയൻറ്റിസ്റ്റ്, ഹി ഈസ് നോട്ട് എൻ ഇന്നസെൻറ്റ് പേഴ്സൺ. ഇന്നസെൻറ്റ് ആസ് ഫാർ ആസ് എന്താ പറയുന്നത് ഇയാളിപ്പോൾ പറയുന്നത് പോലെ, അതായത് അമേരിക്ക നമ്മളെ തകർക്കാൻ വേണ്ടി അത് ചെയ്തതാണ് ഇത് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ് തെറ്റാണ്. ഹി വാസ് എ വുമണൈസർ, ഹി ഹാഡ് അഫെയർസ് വിത്ത് മറിയം റഷീദ. കാരണം അതിനൊക്കെ വളരെ എൻ്റെ കയ്യിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, വേർ ഹി കനോട്ട് ആൻസർ ദാറ്റ്, നോബഡി ഹാസ് ആൻസർഡ് ഇറ്റ്. ഇപ്പം എല്ലാവരും വന്ന് പറയുന്നുണ്ട് അയാൾ ഇന്നസെൻ്റാണ്, അയാൾ ഇതാണ്, കേസ് കള്ളക്കേസാണ്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശാനുസരണം പിന്നെ വന്ന് ഇപ്പോൾ കുറേ ഓഫീസേഴ്സിനെ പിടിച്ച് അവരുടെ പേരിൽ ഇത് ഗൂഢാലോചനയ്ക്ക് കേസെടുത്തതിന് കേസെടുക്കുന്നത് എങ്ങനെയാണ്? ISRO കേസെടുക്കുന്നത് 94 എനിക്ക് തോന്നുന്നു ക്രൈം 245 എത്രയാണെന്ന് തോന്നുന്നു, 225 ആണെന്ന് ഓർമ്മയില്ല, 2 കേസുണ്ടായിരുന്നു. അന്ന് മിസ്റ്റർ രാമൻ ശ്രീവാസ്തവ IG, രാജീവൻ സർ വാസ് കമ്മീഷണർ, ഋഷിയ സിംഗ് വാസ് ഡെപ്യൂട്ടി കമ്മീഷണർ, സ്മാർട്ട് വിജയൻ എന്ന് പറഞ്ഞ വിജയൻ അന്ന് ഇൻ്റലിജൻസിൻ്റെ ഡിസ്ട്രിക്ട് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ CI. അപ്പോൾ ഋഷിയ സിംഗ് വാസ്തവത്തിൽ എൻ്റെ ആക്ഷൻ നടക്കുന്ന സത്യത്തിൽ എങ്ങനെയാണ്, ഇയാൾ അന്ന് വീടൊക്കെ കിട്ടാൻ ഭയങ്കര പാട്, തിരുവനന്തപുരത്ത് വീടൊന്നും കിട്ടില്ല. അയാൾ വീട് അന്വേഷിച്ച് നടക്കുന്ന സമയം ഏതെങ്കിലും വീട് ഒരുവിധം ഭേദപ്പെട്ടു പോയി കണ്ടാൽ അത് ഈ മാലിക്കാർ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. അങ്ങനെ he told വിജയൻ ആക്ച്വലി ദർ ഷുഡ് ബി എൻ എൻക്വയറി ഓൺ ദീസ് തിങ്സ്. ഈ മാലിക്കാർ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് അവിടെ അന്ന് ഇതുപോലത്തെ സ്ഥലമൊന്നുമല്ല, ഒരു കുടിലോ ചെറിയ കെട്ടിടമൊക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പൈസ കിട്ടും. അവരിവിടെ വന്ന് ഇപ്പം അന്നെന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ സാലറിയൊക്കെ ഏകദേശം 4000 രൂപ 5000 രൂപയുള്ള സമയമാണ് ഞങ്ങൾക്കൊരു മന്ത്സ് സാലറി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അവർക്ക് 50,000 രൂപ 60,000 രൂപ കിട്ടുമ്പോൾ അവർ തിരുവനന്തപുരത്ത് വന്ന് ഒന്നാം തരം വീടെടുത്ത് നല്ല ലാവിഷ് ലിവിങ് കഴിച്ചാലും എന്നാലേ അവർക്ക് 10,000-30,000 രൂപ ബാക്കിയുണ്ടാവും. അതുകൊണ്ടാണ് അവരിവിടെ വന്ന് താമസിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വീട് തപ്പിപ്പോയ അങ്ങനെ വിജയനോട് ഇവരെ അന്വേഷിക്കാൻ പറഞ്ഞു. വിജയൻ അന്വേഷിച്ച അവസാനം ഒരു ഹോട്ടലിൽ ചെന്ന് അവിടെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സ്ത്രീ അവിടെ താമസിക്കുന്നുണ്ട്. അതിനെ അന്വേഷിച്ച് വന്ന സമയത്ത് അവരുടെ ഫോൺ കോണ്ടാക്റ്റിൽ വിളിച്ചു നോക്കിയപ്പോഴാണ് ഈ 2 നമ്പി നാരായണൻ ശശികുമാർ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അങ്ങനെ ആക്ച്വലി ആക്സിഡൻ്റിലെയാണ് ഈ കേസിൽ അവരുടെ പേര് വരാനിടയായതും. പിന്നീട് ആ കേസ് ISRO ആയതുകൊണ്ട് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൊടുക്കുകയും എന്നിട്ട് മിസ്റ്റർ സിബി മാത്യൂസ് അന്വേഷിക്കും. അദ്ദേഹം ഇവരെ അറസ്റ്റ് ചെയ്ത് 4 ഡേയ്സാണ് എനിക്ക് തോന്നുന്നു ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡിയിൽ ആകെ ഉണ്ടായത്. അതിൽ ഏറ്റവും രസം എന്തെന്ന് വെച്ചാൽ ഈ 4 ഡേയ്സ് കസ്റ്റഡി കഴിഞ്ഞിട്ട് CBI കൊണ്ടുപോകുന്നവർ CBI അവരെ എനിക്ക് തോന്നുന്നു 46 മോർ ഡേയ്സ് കസ്റ്റഡിയിൽ വെച്ചു. അപ്പോൾ 14 ദിവസം കഴിയുമ്പോൾ കസ്റ്റഡി എക്സ്റ്റെൻഡ് ചെയ്യാൻ കൊടുക്കണം. കസ്റ്റഡി എക്സ്റ്റെൻഡ് ചെയ്യാൻ കൊടുക്കുമ്പോൾ ഇവൻ ഇന്നസെൻ്റ് ആണ്, അതുകൊണ്ട് കസ്റ്റഡി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ല. ഇവർ കുറ്റം ചെയ്തവരാണ്, ഇവരെ ഇനിയും ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ പ്രതികളെ കസ്റ്റഡിയിൽ കിട്ടാനായിട്ട് കോടതിയിൽ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ദിവസമൊക്കെ ക്രൈംബ്രാഞ്ച് CBI എന്താ ചെയ്തിരുന്നത്? അപ്പോൾ ആ സമയത്ത് തന്നെയാണ് ഞാൻ അന്ന് ഗവർണറുടെ ADC ആണ്, എനിക്കിതായിട്ട് യാതൊരു ബന്ധമില്ല, പുറത്തുനിന്ന് കാണുന്ന ടോട്ടൽ സ്പെക്ടേറ്റർ, പത്രത്തിൽ വരുന്നതും അങ്ങനെയുള്ളത് കാണുന്ന ഒരാളാണ്. അപ്പോൾ അന്ന് ഈ കേസ് നടക്കുന്ന ദിവസം ആകസ്മികമായിട്ട് പെട്ടെന്ന്
നരസിംഹറാവു രാജഭവനിലും ഞാൻ എ ഡി സി ആയതുകൊണ്ട് നമുക്കതൊക്കെ അറിയാമല്ലോ. അവിടെയാണല്ലോ വരുന്നത്, അവിടെയാണ് താമസിക്കുന്നത്, വേറെ ആരും വരുന്നില്ല. ഏതായാലും അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായി. വളരെയധികം കാര്യങ്ങൾ, അതായത് എപ്പോഴാണ് ഫൗസിയ ഹസൻ, വേറെ ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ ആളുണ്ട്, ശർമ്മ, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്, ഇവരൊക്കെ കാണുന്നത്, അതിനൊക്കെ വേറെ എവിഡൻസ് ഉണ്ട്. ഇവർ കണ്ടു എന്ന് പറയുന്നതിന് 6 മാസം മുന്നേ അവരുടെ കുട്ടിക്ക് അഡ്മിഷൻ എടുത്ത് കൊടുത്തിട്ടുണ്ട് ബാംഗ്ലൂർ. അതിനുള്ള കുറേ അധികം ഇഷ്യൂസ് ഉണ്ട് വിച്ച് കനോട്ട് ബി ആൻസേർഡ് ബൈ എനി ഓഫ് ദീസ് പീപ്പിൾ.